ഹലോ വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. അപ്പോൾ നമ്മളുടെ ചാനലിൽ ഞാൻ ലാസ്റ്റ് വീഡിയോസ് പോസ്റ്റ് ചെയ്തതിനൊക്കെ വന്നൊരു സജഷനായിരുന്നു ഓഡിയോ ക്വാളിറ്റി കുറച്ച് മെച്ചപ്പെടുത്തണം എന്നുള്ളത്. അപ്പോൾ ഞാൻ ഇന്നൊരു നല്ലൊരു ഹൈ ക്വാളിറ്റി മൈക്ക് വാങ്ങാമെന്ന് ഡിസൈഡ് ചെയ്തു. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഞാൻ പോവുകയാണ്. അപ്പോൾ എന്തുകൊണ്ടാണ് ഞാൻ ഈ ഒരു വീഡിയോ ഇന്ന് ചെയ്യുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇത് എനിക്കൊരു അൺഎക്സ്പെക്റ്റഡ് ആയിട്ട് വന്നൊരു എക്സ്പെൻസസ് ആയിരുന്നു. അത് എൻ്റെ പ്ലാനിലേ ഉണ്ടായിരുന്നില്ല. എനിക്ക് ഓൾറെഡി ഒരു മൈക്ക് ഉണ്ടായിരുന്നു. 2-3 ആൾക്കാരെ പറഞ്ഞു കമൻസിലൂടെ ഓഡിയോ ക്വാളിറ്റി അത്ര പോരാ. അപ്പോൾ എനിക്ക് തോന്നി ഓക്കെ ഒരു മൈക്ക് വാങ്ങണം. അപ്പം ഇതൊരു അൺഎക്സ്പെക്റ്റഡ് ആയിട്ട് എനിക്ക് വന്നൊരു എക്സ്പെൻസസ് ആണ്. അപ്പോൾ ഇത് വേണമെങ്കിൽ എനിക്ക് യെസ് ഓർ നോ ഡിസൈഡ് ചെയ്യാം. പക്ഷേ നമുക്കറിയാലോ, ഇപ്പോൾ യൂട്യൂബിലൊക്കെ ഓഡിയോ ക്വാളിറ്റിയും വീഡിയോ ക്വാളിറ്റിയും ഒക്കെ വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. എൻ്റെ നമ്മളെ ചാനലിൽ വീഡിയോ ക്വാളിറ്റിനേക്കാളും ഇമ്പോർട്ടൻ്റ് ആണ് ഓഡിയോ ക്വാളിറ്റി. ബിക്കോസ് എന്നെ കാണുന്നതിനേക്കാളും ഞാൻ പറയുന്നതിലാണ് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യങ്ങളുള്ളത്. അപ്പം നമ്മുടെ ലൈഫിലും ഇതുപോലെ അൺഎക്സ്പെക്റ്റഡ് ആയിട്ടുള്ള പല ചിലവുകളും നമുക്ക് വരും. നമ്മുടെ കാർ റിപ്പയറോ ഹോം റിപ്പയർസോ അല്ലെങ്കിൽ എന്തെങ്കിലും അസുഖങ്ങൾ വന്ന് ഡോക്ടറെ അടുത്ത് പോകുന്നതോ. അപ്പം നമ്മളെപ്പോഴും ഫിനാൻഷ്യൽ പ്ലാനിങ്ങിൻ്റെ ഭാഗമായിട്ട് അൺഎക്സ്പെക്റ്റഡ് ആയിട്ടുള്ള ചിലവുകൾക്ക് വേണ്ടിയിട്ട് ഒരു എമർജൻസി ഫണ്ട് എപ്പോഴും റെഡിയാക്കി വെക്കണം. അതായത് നമ്മൾക്ക് എന്തെങ്കിലും ഒരു അടി കിട്ടിക്കഴിഞ്ഞാൽ ഇതൊരു എയർ ബാഗ് പോലെയാണ്. നമ്മളെ രക്ഷപ്പെടുത്താനുള്ളൊരു എയർ ബാഗ്. ഓക്കെ, അപ്പോൾ എമർജൻസി ഫണ്ട് എപ്പോഴും നമ്മൾ കരുതിയിരിക്കണം. അപ്പോൾ എമർജൻസി ഫണ്ടിനെ പറ്റിയുള്ള കൂടുതൽ ഡീറ്റെയിൽസ് നമുക്ക് ഞാൻ മൈക്ക് വാങ്ങി വന്നതിന് ശേഷം സംസാരിക്കാം. ഓൾറെഡി ഞാൻ പോയി മൈക്ക് വാങ്ങി വന്നു. ഇതാണ് ഞാൻ വാങ്ങിയ മൈക്ക്, ഹോളി ലാൻഡ്. ഇതിന് 12,500 ആണ് ഞാൻ കൊടുത്തത്. ജയനഗർ ഇവിടെ അടുത്തുള്ളൊരു ഷോപ്പായിരുന്നു, ഒരു ജയനഗറിലൊരു ഇതൊക്കെ വിൽക്കുന്നൊരു ഷോപ്പെന്നാണ്. ഇത് യൂസ് ചെയ്ത് നോക്കാം. അപ്പം ഈ ഒരു മൈക്ക് നമ്മുടെ ഓഡിയോ ക്വാളിറ്റി ഇഷ്യൂസൊക്കെ പരിഹരിക്കുമെന്ന് ഞാൻ വിശ്വസിക്കുന്നു. ഇത് ചാർജ് ചെയ്ത് റെഡിയാക്കണം. പിന്നെ ഇവർ പറഞ്ഞൊരു കാര്യം, ഇതിൻ്റെ വാറൻറ്റി 1 ഇയർ വാറൻറ്റി ഉണ്ട്. പക്ഷെ അത് ക്ലെയിം ചെയ്യണമെന്നുണ്ടെങ്കിൽ നമ്മൾ ഈ ബില്ലും ഇവർ തന്ന ബില്ലും കൊണ്ട് പോകണമെന്നാണ് പറഞ്ഞത്. അത് പല എക്യുപ്മെൻറ്റ്സിൻ്റെയും വാറൻറ്റി ഇപ്പം അങ്ങനെയാണ് ക്ലെയിം ചെയ്യേണ്ടത്. അത് വല്ലാത്തൊരു ഇടങ്ങേറ് പിടിച്ചൊരു പണിയാണ്. അപ്പം നമ്മൾ ഇതിൻ്റെയൊക്കെ ബില്ല് സൂക്ഷിച്ച് വെക്കണം. അപ്പം ഞാൻ ഇതുപോലെ എൻ്റെ ഇവിടുത്തെ ഏകദേശം എല്ലാ എക്യുപ്മെൻറ്റ്സിൻ്റെയും ബില്ല് ഞാനൊരു ഫയലിലാക്കിയിട്ട് സൂക്ഷിച്ച് വെക്കാറാണ് പതിവ്. അപ്പം നിങ്ങളും ഈ ഒരു ഹാബിറ്റ് ഉണ്ടാക്കുക. ചിലപ്പോൾ അത് നമുക്ക് എപ്പോഴും ആവശ്യം വരാമെന്നറിയില്ല. ഇപ്പം വാഷിംഗ് മെഷീൻ ആണെങ്കിലും TV ആണെങ്കിലും എല്ലാത്തിൻ്റെയും ബില്ല് ഒരു സെപ്പറേറ്റ് ഫയലിൽ വെക്കുക. അപ്പോൾ എന്തെങ്കിലും കേടായി കഴിഞ്ഞാൽ നമുക്ക് വാറൻറ്റി ക്ലെയിം ചെയ്യാമല്ലോ. ഓക്കെ, അപ്പം അല്ലെങ്കിൽ നമുക്ക് കുറേ പൈസ ചിലവാണ്. അപ്പോൾ അതൊക്കെ മുൻകൂട്ടി കണ്ട് നമ്മൾ ഈ ബിൽസൊക്കെ സൂക്ഷിച്ച് വെക്കുന്നത് വളരെ നല്ല കാര്യമായിരിക്കും. ഓൾറൈറ്റ്, അപ്പോൾ നമുക്ക് ഈ മൈക്ക് ചാർജ് ചെയ്ത് ഞാൻ ഈ മൈക്കുമായിട്ട് നമുക്ക് എമർജൻസി ഫണ്ടിനെ പറ്റി ഡിസ്കസ് ചെയ്യാം. ഓൾറൈറ്റ്, അപ്പോൾ എല്ലാം സെറ്റാണ്. മൈക്കൊക്കെ ഫിക്സ് ചെയ്തിട്ടുണ്ട്. ഇപ്പോൾ ഓഡിയോ ക്വാളിറ്റി കുറച്ച് ബെറ്റർ ആയി എന്ന് വിചാരിക്കുന്നു. ബെറ്റർ ആയിട്ടുണ്ടെങ്കിൽ താഴെ കമൻറ്റ് ചെയ്യണം. ഓക്കെ, ബെറ്റർ ആവണേ. എൻ്റെ 12,500 രൂപയാണ്. ഓക്കെ, സോ ലെറ്റ്സ് സ്റ്റാർട്ട്. എമർജൻസി ഫണ്ട്. എങ്ങനെയാണ് നമുക്ക് എമർജൻസി ഫണ്ട് ക്രിയേറ്റ് ചെയ്യേണ്ടത്, അല്ലെങ്കിൽ എന്താണ് എമർജൻസി ഫണ്ട് ക്രിയേറ്റ് ചെയ്യുമ്പോൾ നമ്മൾ ശ്രദ്ധിക്കേണ്ടത്? എക്സ്പേർട്സുകൾ പറയുന്നത് ഒരു 3 to 6 months, അതായത് ഒരു 3 മുതൽ 6 മാസം വരെയുള്ള ഒരു മാസച്ചെലവ് നമ്മൾ എമർജൻസി ഫണ്ടായിട്ട് കരുതണം എന്നാണ്. അപ്പോൾ സാധാരണക്കാർക്ക് 6 മാസത്തെ ചെലവുകൾ സൂക്ഷിച്ചു വെക്കുക എന്ന് പറയുന്നത് വലിയൊരു കടമ്പയാണ്. കാരണം ഇവിടെ ഒരു മാസത്തെ ചെലവ് തന്നെ നമ്മൾക്ക് നീങ്ങുന്നില്ല. അപ്പോൾ എങ്ങനെയാണ് 6 മാസത്തെ ചെലവുകൾ നമ്മൾ നീക്കി വെക്കുക? അപ്പം അതിനു വേണ്ടി എന്താ, ചെറുതായിട്ട് തുടങ്ങുക. ആദ്യം ഒരു ആഴ്ചക്കുള്ള ചിലവ് അല്ലെങ്കിൽ ഒരു മാസത്തേക്കുള്ള ചിലവ്, അങ്ങനെ ചെറിയ ഗോൾസ് സെറ്റ് ചെയ്ത് കുറച്ച് പണം സേവിങ്സ് അക്കൗണ്ടിലേക്ക് മാറ്റി വെക്കുക. ഇപ്പോൾ എമർജൻസി ഫണ്ട് ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് നമ്മൾക്ക് ഏറ്റവും നല്ലത് ഒന്നെങ്കിലും ഒരു സേവിങ്സ് ബാങ്ക് അക്കൗണ്ട് ഇതിന് വേണ്ടിയിട്ട് കരുതുക. അല്ലെങ്കിൽ മ്യൂച്വൽ ഫണ്ട്സിലെ ഡെറ്റ് മ്യൂച്വൽ ഫണ്ട്സ് നമുക്ക് എമർജൻസി ഫണ്ട്സ് ആയിട്ട് യൂസ് ചെയ്യാം. മ്യൂച്വൽ ഫണ്ട്സിൽ ഏതൊക്കെ ഫണ്ട്സാണ് നമുക്ക് എമർജൻസി ഫണ്ടായിട്ട് യൂസ് ചെയ്യുക എന്നുള്ളത് നമ്മളുടെ മ്യൂച്വൽ ഫണ്ട് വീഡിയോ സീരീസിൽ ഞാൻ എക്സ്പ്ലെയിൻ ചെയ്തിട്ടുണ്ട്. ആ സീരീസ് കാണാൻ ശ്രമിക്കുക. പിന്നെ ഈ ഒരു എമർജൻസി ഫണ്ട് എന്ന് പറയുന്നത് ഇൻവെസ്റ്റ്മെൻ്റ് അല്ല. ഇതിൽ നിന്ന് വലിയ റിട്ടേൺസ് ഒന്നും കിട്ടൂല. നമ്മൾ സേവിങ്സ് അക്കൗണ്ടിൽ ഇട്ടാലും അല്ലെങ്കിൽ ലിക്വിഡ് ഫണ്ട്സിലൊക്കെ ഇട്ടാലും ഇതിൽ നിന്ന് വലിയൊരു റിട്ടേൺസ് ഒന്നും നമുക്ക് ലഭിക്കില്ല. 3 to 4% റിട്ടേൺസ് ലഭിക്കും. അപ്പോൾ അതൊരു നിക്ഷേപ പദ്ധതിയല്ല. ഓരോന്നിനും ഓരോ പർപ്പസ് ഉണ്ട്. ഇപ്പം ഇതെന്ന് വെച്ച് കഴിഞ്ഞാൽ എന്തെങ്കിലും അപകടം വന്നു കഴിഞ്ഞാൽ എടുക്കാൻ പറ്റുന്ന ഫണ്ട്, പെട്ടെന്ന് പിൻവലിക്കാൻ പറ്റണം. നമ്മൾ നേരെ മറിച്ച് എമർജൻസി ഫണ്ട് ഒരു ഇക്വിറ്റി ഇൻവെസ്റ്റ്മെൻറ്റ് നടത്തി കഴിഞ്ഞാൽ എന്താ സംഭവിക്കുക? മാർക്കറ്റ് എപ്പോഴാണ് താഴെ പോകാമെന്ന് പറയാൻ പറ്റില്ല. ഓക്കെ, അപ്പം മാർക്കറ്റ് നല്ല റിട്ടേൺസ് തരും. പക്ഷേ മാർക്കറ്റ് ഒരിക്കലും ഷോർട്ട് ടേമിന് വേണ്ടിയിട്ട് യൂസ് ചെയ്യരുത്. ഇക്വിറ്റി ഇൻവെസ്റ്റ്മെൻറ്റ് ഒരിക്കലും ഷോർട്ട് ടേമിന് വേണ്ടിയിട്ടുള്ളതല്ല. അപ്പോൾ നമ്മൾ അതിൽ ഇൻവെസ്റ്റ് ചെയ്തു, ആ സമയത്ത് മാർക്കറ്റ് താഴോട്ടാണ്, നമ്മൾക്ക് ആ സമയത്താണെങ്കിൽ ഒരു എമർജൻസി വന്നു, അപ്പോൾ ഈ ഒരു പണം പിൻവലിക്കാൻ നിന്ന് കഴിഞ്ഞാൽ നമുക്ക് നഷ്ടമാണ്. കാരണം നമ്മൾ മാർക്കറ്റ് ഡൗൺ ആയി കഴിഞ്ഞാൽ നമ്മൾക്ക് നഷ്ടം പറ്റും. ആ സമയത്ത് നമ്മൾക്ക് പൈസ പിൻവലിക്കേണ്ടി വന്നു കഴിഞ്ഞാൽ ഒരർത്ഥവും ഇല്ലാണ്ടായിപ്പോൾ. നമ്മൾക്ക് എവിടെ പൈസ ഇട്ട് കഴിഞ്ഞാലും ഡബിൾ ചെയ്യണം എന്നുള്ളൊരു മൈൻഡാണല്ലോ.
അപ്പോൾ ഈ എമർജൻസി ഫണ്ട് എന്നൊക്കെ പറയുമ്പോൾ നമ്മൾ ചിന്തിക്കുന്നത് എന്തെന്താ, ഇതിപ്പോൾ അങ്ങനെ എനിക്കിപ്പോൾ എന്ത് എമർജൻസി വരാനാണ്, ഇപ്പോൾ വെറുതെ ആടെ പൈസ ഇട്ടിട്ട് വെറുതെ നഷ്ടമല്ലേ, ആ പൈസ എടുത്തിട്ട് വല്ല മാർക്കറ്റിലും കൊണ്ട് ഇട്ടാൽ പോരെ, അപ്പോൾ പൈസ ഇരട്ടിക്കുമല്ലോ. ഇങ്ങനൊരു തോട്ട് പ്രോസസ്സാണ്. എല്ലാത്തിനും അതിൻ്റേതായൊരു എന്താ പറയുക പടികളുണ്ട്. ഓരോ പടി ചവിട്ടി ചവിട്ടി വേണം നമ്മൾ മുകളിലോട്ടേക്ക് പോകാൻ. എമർജൻസി ഫണ്ടാണ് നമ്മൾക്ക് ആദ്യം വേണ്ടത്. എന്തെങ്കിലും ഒരു അപകടം പറ്റിക്കഴിഞ്ഞാൽ ഇൻവെസ്റ്റ്മെൻറ്റ് ഒന്നും പിൻവലിക്കാൻ പറ്റില്ല. ഇൻവെസ്റ്റ്മെൻറ്റ് നമ്മൾ ലോങ് ടേമിൽ വെൽത്ത് ക്രിയേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ടിട്ട പൈസയാണ്. അതുപോലെ ക്രെഡിറ്റ് കാർഡ് ഉള്ളവർക്ക് പെട്ടെന്നൊരു എമർജൻസി വന്നാൽ ക്രെഡിറ്റ് കാർഡിൽ നിന്ന് പൈസ എടുക്കാം. പക്ഷേ നെക്സ്റ്റ് മന്ത് ആ ക്രെഡിറ്റ് കാർഡിൽ എടുത്ത പൈസ കൊടുക്കാനുള്ള പൈസ വേണ്ടേ? പെട്ടെന്നൊരാവശ്യം വന്നാൽ ചിലപ്പോൾ ഫ്രണ്ട്സിൻ്റെ അടുത്ത് നിന്നൊക്കെ കടം വാങ്ങി നമ്മൾ കാര്യം സാധിക്കുമായിരിക്കും, പക്ഷേ അത് തിരിച്ചു കൊടുക്കണ്ടേ? ഇത് ഇങ്ങനെ പൈലപ്പ് ചെയ്യുന്നതിനേക്കാളും നല്ലത് കുറച്ച് പൈസ അവിടെ നമ്മൾക്ക് എന്തെങ്കിലും ഒരു ആവശ്യം വന്നാൽ എടുക്കാം എന്ന രീതിയിൽ വെക്കുന്നതല്ലേ. അപ്പോൾ എമർജൻസിക്ക് ഏറ്റവും നല്ലത് നമ്മുടെ നാട്ടിൽ തന്നെ എല്ലാവരും ചെയ്തു വരുന്ന ഒരു കാര്യമാണ് ചിറ്റ് ഫണ്ട്സ്, ചിട്ടികൾ ശരിക്കും പറഞ്ഞാൽ ഒരു എമർജൻസി ഫണ്ടാണ് ശരിക്കും. അതായത് എന്തെങ്കിലും ഒരു ആവശ്യം വരുമ്പോൾ നമുക്ക് പൈസ എടുക്കാൻ പറ്റണം. അതിനാണല്ലോ നമ്മൾ ചിട്ടികളിൽ ചേരുന്നത്. ചിട്ടി ആക്ച്വലി ഇൻവെസ്റ്റ്മെൻ്റ് അല്ല, ഒരു എമർജൻസി ഫണ്ടാണ് അല്ലേ. അതാണ് അതിൻ്റെ ഒരു ബേസിക് പർപ്പസ്. നമ്മുടെ നാട്ടിൽ കുറികൾ എന്ന് പറയും. അപ്പോൾ ഇത്തരം കുറികളിൽ നമ്മൾക്ക് ചേരാം, പെട്ടെന്നൊരു ആവശ്യം വന്നാൽ നമ്മൾക്ക് പൈസ എടുക്കാനുണ്ടാവും. അതൊരു മാർഗ്ഗമാണ് എമർജൻസി ഫണ്ട് ക്രിയേറ്റ് ചെയ്യാൻ. അല്ലെങ്കിൽ നമ്മൾക്ക് ഇതേപോലെ ഒറ്റയടിക്ക് 6 മാസത്തെ എന്താണ് ചിലവുകൾ ഒരു നീക്കി വെക്കാൻ പറ്റില്ല. നമ്മൾക്കൊരു ടെംപ്റ്റേഷൻ ഉണ്ടാവുമല്ലോ, ഇത്രയും പൈസ നീക്കി വെച്ചാൽ ഞാൻ ആ പൈസ എടുത്ത് കളിക്കാനുള്ള ഒരു ടെൻഡൻസി വരും. അപ്പോൾ അതിന് വേണ്ടിയിട്ട് നമ്മൾക്ക് എന്ത് ചെയ്യാം, പോസ്റ്റ് ഓഫീസിലോ ബാങ്കിലോ ഒരു റെക്കറിംഗ് ഡെപ്പോസിറ്റ് സ്റ്റാർട്ട് ചെയ്യാം. എല്ലാ മാസവും ഒരു ചെറിയ എമൗണ്ട് ഇട്ടിട്ട് ഒരു 6 മാസത്തേക്കോ അങ്ങനെ തുടങ്ങാം. ചെറിയ ചെറിയ ടൈം പീരീഡിലേക്ക് ഒരു 6 മാസത്തേക്കുള്ള റെക്കറിംഗ് ഡെപ്പോസിറ്റ്, അല്ലെങ്കിൽ ഒരു വർഷത്തേക്കുള്ള റെക്കറിംഗ് ഡെപ്പോസിറ്റ് എന്ന രീതിയിൽ തുടങ്ങാം. അപ്പോൾ എല്ലാ മാസവും ഒരു എമൗണ്ട് ഇടാം. അല്ല, ഒരു മാസം ഒരു എമൗണ്ട് ഇട്ടിട്ട് ആ ഒരു വലിയൊരു തുക വരുമല്ലോ, ആ ഒരു തുക അവിടെ ഇരുന്നോട്ടെ ബാങ്കിൽ. നമ്മൾ ഒരാഴ്ച 200 രൂപ സേവ് ചെയ്തെന്ന് വിചാരിക്കും. ഒരാഴ്ച 200 സേവ് ചെയ്ത് കഴിഞ്ഞാൽ ഒരു മാസം 800 രൂപയാണ്. ഒരു വർഷത്തേക്കോ 9,600 രൂപ. നമ്മളെ വീട്ടിൽ എന്തെങ്കിലും റിപ്പയർ, കാറിന് എന്തെങ്കിലും റിപ്പയർ, ഒരു ടയർ മാറ്റണം, അല്ലെങ്കിൽ നമ്മൾ ഫോണൊന്ന് നിലത്ത് വീണ് പൊട്ടി സ്ക്രീനൊന്ന് മാറ്റണം, 9,600 രൂപ എന്താ ചെറിയൊരു എമൗണ്ട് ആണോ? വലിയൊരു എമൗണ്ട് അല്ലേ? അപ്പോൾ എപ്പോഴും കുറച്ച് പണം എമർജൻസിക്ക് വേണ്ടി നമ്മൾ കരുതി വെക്കണം. എമർജൻസിക്ക് ശരിക്കും പറഞ്ഞാൽ നല്ലതല്ല, പക്ഷേ എമർജൻസിക്ക് വേണ്ടി പൈസ ഇല്ലാത്തതാണ് ഏറ്റവും ദുരന്തമായിട്ടുള്ള കാര്യം. ഇപ്പോൾ ചെറിയ രീതിയിൽ കുറച്ച് മാറ്റി വെക്കുക, സ്ഥിരമായി മാറ്റി വെക്കുക, ഒരു എമൗണ്ട് എത്തുമ്പോൾ അവിടെ നിർത്തുക. അതും ഭയങ്കര ഇമ്പോർട്ടൻ്റ് ആണ്. അതായത് എത്രയാണോ നമ്മൾ ഒരു കണക്ക് വെച്ചിട്ടുള്ള ഒരു 3 മാസത്തേക്കുള്ള ഒരു ചിലവ്, എന്തെങ്കിലും നമ്മൾക്ക് എന്തെങ്കിലും പറ്റിപ്പോയി കഴിഞ്ഞാൽ, ജോലി നഷ്ടപ്പെടുകയോ എന്തെങ്കിലും ചെയ്ത് കഴിഞ്ഞാൽ ഒരു 3 മാസം, മിനിമം 3 മാസത്തേക്കുള്ള ഒരു ചിലവെങ്കിലും നമ്മൾ എമർജൻസി ഫണ്ടായിട്ട് വെക്കണം. ഒരുപാട് അങ്ങോട്ട് എമർജൻസി ഫണ്ടായിട്ട് വെക്കാനും പാടില്ല, അതും തെറ്റാണ്. ചില ആൾക്കാരുടെ അക്കൗണ്ടിൽ, സേവിങ്സ് അക്കൗണ്ടിലൊക്കെ ഒരുപാട് ലക്ഷങ്ങൾ വെറുതെ കിടക്കും. അതിൻ്റെ ആവശ്യമില്ല. കാരണം ഈ ഒരു പണം എന്ന് പറയുന്നത് ഇൻവെസ്റ്റ്മെൻറ്റിന് വേണ്ടിയിട്ടുള്ള പണമല്ല. ഈ ഒരു പണം എന്ന് പറയുന്നത് നമ്മളെ രക്ഷിക്കാൻ വേണ്ടിയിട്ടുള്ള ഒരു പൈസയാണ്. നമുക്ക് എന്തെങ്കിലും ഒരു അപകടം വരുമ്പോൾ രക്ഷയ്ക്കായി എത്തുന്ന ഒരു പണമാണ് എമർജൻസി ഫണ്ടിൽ വേണ്ടത്. പിന്നെ പലർക്കും എമർജൻസി ഫണ്ടിനോട് വിമുഖത ഉണ്ടാവും, എനിക്കറിയാം. കാരണം ഇതിൽ നിന്ന് ഇട്ട് കഴിഞ്ഞാൽ നമുക്ക് റിട്ടേൺസ് അധികം കിട്ടൂലല്ലോ, അതാണ് പ്രശ്നം. നമ്മളെപ്പോഴും മനസ്സിലാക്കേണ്ട ഒരു കാര്യം, നമുക്ക് എല്ലാവർക്കും ഫിനാൻഷ്യൽ ഇഷ്യൂസ് ഉണ്ടാവും അല്ലേ. വളരെ വിഷമകരമായിട്ട് ഫൈനാൻഷ്യൽ സ്ട്രഗിൾസ് അനുഭവിക്കുന്ന ആൾക്കാരുണ്ടാവും. നമ്മൾക്ക് എന്തിനാണ് അത്തരം സ്ട്രഗിൾസ് വരുന്നത്? എന്തെങ്കിലും അത് ചിന്തിച്ചിട്ടുണ്ടോ? നമ്മളെല്ലാവരും ലൈഫിൽ സ്ട്രഗിൾസിലൂടെ പോകുന്ന ആൾക്കാരാണ്. അതിൽ മിക്ക ആൾക്കാരും കോമൺ ആയിട്ട് ഫേസ് ചെയ്യുന്ന സ്ട്രഗിളാണ് ഫൈനാൻഷ്യൽ സ്ട്രഗിൾ. എന്തിനാണ് നമ്മൾക്ക് അത്തരം സ്ട്രഗിൾസിലൂടെ പോകേണ്ടി വരുന്നത്? അതിൽ നിന്ന് നമ്മൾ പാഠങ്ങൾ പഠിക്കാൻ വേണ്ടിയിട്ടാണ്. വി ഹാവ് ടു ലേൺ സംതിങ് ഔട്ട് ഓഫ് ഇറ്റ്. ഓരോ സ്ട്രഗിൾസും, ഞാൻ എപ്പോഴും പറയാറുണ്ട്, ഓരോ സ്ട്രഗിൾസും നമ്മൾക്ക് തരുന്നത് ഒരു ലെസണാണ്. അപ്പോൾ ഫൈനാൻഷ്യൽ സ്ട്രഗിൾസ് അനുഭവിക്കുന്നുണ്ടെങ്കിൽ നമ്മൾ അനലൈസ് ചെയ്യണം, എവിടെയാണ് പ്രശ്നം. എനിക്ക് വരുമാനം ഇല്ലേ, അപ്പോൾ വരുമാനം കൂട്ടാനുള്ള വഴികൾ ഞാൻ ചെയ്യണം. എൻ്റെ ചിലവുകൾ കൂടുന്നുണ്ടോ, അപ്പോൾ ചിലവുകൾ കുറക്കാൻ ഞാൻ പഠിക്കണം. അങ്ങനെ പല ലേണിങ്സും പഠിച്ച് പടിയായിട്ടാണ് നമ്മൾ ഇത് ഇമ്പ്രൂവ് ചെയ്ത് കൊണ്ടുവരേണ്ടത്. അല്ലാണ്ട് ഒരു ദിവസം നമ്മൾ ഉറക്കം എഴുന്നേൽക്കുമ്പോൾ നമ്മൾ സ്വപ്നം കാണുന്ന പോലെ ഫൈനാൻഷ്യൽ സ്ട്രഗിൾസ് തീരില്ല. അപ്പം നമ്മൾ പഠിച്ച പാഠം എവിടെ? അതാണ് വേണ്ടത്. ആ പാഠത്തിലൂടെയാണ് മുന്നോട്ട് പോകേണ്ടത്. ഫിനാൻഷ്യൽ സ്ട്രഗിൾസ് ഉണ്ടെന്ന് പറഞ്ഞിട്ട് നമ്മൾ അയ്യോ എന്ത് ചെയ്യും, എനിക്ക് ഇത്രയും പൈസ വേണം, എനിക്ക് എന്ത് ചെയ്യാൻ പറ്റും, നമ്മളെ കൊണ്ട് ചെയ്യാൻ പറ്റുന്നത് ചെയ്യുക. നമ്മൾ റെഡി ആകുമ്പോൾ എല്ലാം അതിൻ്റെ പ്ലേസിൽ വരും. ഓക്കെ, അപ്പം ആ ഒരു മൈൻഡ് സെറ്റ് ഷിഫ്റ്റാണ് ചെയ്യേണ്ടത്. വി ഷുഡ് ബി റെഡി. പൈസ ഇല്ല എന്ന് പറഞ്ഞാൽ വിഷമിച്ചിരിക്കുന്നതിന് പകരം പ്ലാൻ ചെയ്യുക. അതിൽ ഒരു പ്ലാനാണ് ഈ എമർജൻസി ഫണ്ട്. സേവ് ചെയ്യുക, ഇൻവെസ്റ്റ് ചെയ്യുക. അപ്പോൾ എല്ലാം പടിപടിയായിട്ട് തുടങ്ങണം. ആദ്യം തന്നെ ഈ എമർജൻസി ഫണ്ട് ക്രിയേറ്റ് ചെയ്യണം, പിന്നെ ഇൻഷുറൻസ് എടുത്ത് വെക്കണം. അതാണ് ഇൻവെസ്റ്റ്മെൻറ്റ് മുന്നേ ചെയ്യേണ്ട കാര്യം. ഹെൽത്ത് ഇൻഷുറൻസും നിങ്ങളെ ഡിപ്പെൻഡ് ചെയ്തിട്ടാണ് നിങ്ങളുടെ ഫാമിലി ഉള്ളതെങ്കിൽ ടേം ഇൻഷുറൻസ് എടുക്കണം. എല്ലാവരും ടേം ഇൻഷുറൻസ് എടുക്കേണ്ട ആവശ്യമൊന്നുമില്ല. കാരണം നമ്മൾ ഡിപ്പെൻഡ് ചെയ്തിട്ട് ആരും ഇല്ല.
നമ്മൾ തട്ടിപ്പോയാലും ആരും ഇല്ല നമ്മളെ ഡിപ്പെൻഡ് ചെയ്തിട്ട്. അങ്ങനെയാണെങ്കിൽ പിന്നെ എന്തിനാ വെറുതെ ടേം ഇൻഷുറൻസ് ഒക്കെ എടുക്കുന്നത്? അപ്പോൾ നമ്മൾ ബ്രെഡ് വിന്നർ ഓഫ് ദ ഫാമിലി ആണെങ്കിൽ മാത്രമേ ടേം ഇൻഷുറൻസിൻ്റെ ആവശ്യമുള്ളൂ. ഹെൽത്ത് ഇൻഷുറൻസ് ഡെഫിനറ്റ്ലി എടുക്കണം. എപ്പോഴാണ് അസുഖം വരിക എന്ന് പറയാൻ പറ്റില്ല. ഒരു അസുഖം വന്നാൽ തീർന്ന് കയ്യിലെ പൈസ പോകുന്നതിനൊരു കണക്കില്ല. ഇപ്പം ഇൻഷുറൻസ് ഇല്ലെങ്കിൽ എന്ത് ചെയ്യും? ഇപ്പം ഇൻഷുറൻസ് ഭയങ്കര ഇമ്പോർട്ടൻ്റ് ആണ്, എമർജൻസി ഫണ്ട് ഇമ്പോർട്ടൻ്റ് ആണ്. ഇത്രയേ ഉള്ളൂ. പടിപടിയായി തുടങ്ങാൻ ശ്രമിക്കണം. ഇപ്പം ഇരുന്ന് ആലോചിക്കുക, പക്ഷെ ആലോചിച്ച് ഇരുന്ന് പോകരുത്. ടേക്ക് ആക്ഷൻസ്. ഓക്കെ, ഒരു ബുക്ക് എടുക്കുക, എഴുതുക. എന്താണ് നിങ്ങൾക്ക് വേണ്ടത്? എന്താണ് ഇപ്പോഴത്തെ എൻ്റെ അവസ്ഥ? എഴുതി നോക്ക്. ഇറ്റ് മേക്സ് എ ലോട്ട് ഓഫ് ചേഞ്ചസ് ഇൻ യുവർ ലൈഫ്. ഞാൻ ഇതൊക്കെ ഇംപ്ലിമെൻ്റ് ചെയ്തുകൊണ്ടാണ് നിങ്ങളോട് പറയുന്നത്. ജസ്റ്റ് റൈറ്റ് ഇറ്റ് ഡൗൺ, ജസ്റ്റ് പ്ലാൻ ഇറ്റ്. വഴികൾ തുറന്നു വരും. ഓക്കെ, അപ്പം ഓരോന്നോരോന്നും പടിപടിയായിട്ട് ചെയ്യാൻ ശ്രമിക്കുക. എല്ലാത്തിനും അതിൻ്റേതായൊരു സമയമുണ്ട്. സമയമെടുക്കും, ക്ഷമ വേണം. ഓക്കെ, അപ്പം എമർജൻസി ഫണ്ട്, നമ്മൾക്ക് പേഴ്സണൽ ഫിനാൻസിലെ എമർജൻസി ഫണ്ട് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. ഇപ്പം പ്ലാൻ ചെയ്യുക. ഓൾറൈറ്റ്, അപ്പോൾ ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു. ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ എന്ത് ചെയ്യണം? വീഡിയോ ലൈക്ക് ചെയ്യണം. ഈ ചാനൽ ഗ്രോ ചെയ്യണം എന്ന് നിങ്ങൾ ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും കമൻറ്റ് ചെയ്യാൻ നിങ്ങൾക്ക് ബുദ്ധിമുട്ടാണെങ്കിൽ അറ്റ്ലീസ്റ്റ് ലൈക്ക് എങ്കിലും ചെയ്യുക. അതുപോലെ കമൻറ്റ് ചെയ്യുക, നിങ്ങൾക്ക് എമർജൻസി ഫണ്ട് ഉണ്ടോ ഇല്ലയോ എന്ന് താഴെ കമൻറ്റ് ചെയ്യുക. പിന്നെന്താ, പിന്നെ ഈ മൈക്ക് ഓഡിയോ ഡിഫറൻസ് ഉണ്ടോ ഇല്ലയോ എന്നതും കൂടി നിങ്ങളൊന്ന് കമൻറ്റ് ചെയ്യുക. ഓക്കെ, ഞാൻ മൈക്ക് ഇല്ലാണ്ട് വർത്താനം പറഞ്ഞ ഓഡിയോ, മൈക്ക് ഇട്ട് വർത്താനം പറഞ്ഞ ഓഡിയോ ഇത് ഈ വീഡിയോയിൽ തന്നെ ഉണ്ടല്ലോ. അപ്പം ജസ്റ്റ് കമൻറ്റ് ബിലോ ഡിഫറൻസ് ഉണ്ടോ ഇല്ലയോ എന്നുള്ളത്. പിന്നെന്താ, വേറെ ഒന്നുമില്ല. അപ്പോൾ ടേക്ക് കെയർ. നമുക്ക് അടുത്ത വീഡിയോയിൽ കാണാം.